ഹലോ, ഇന്ന് ഞാൻ താമസിച്ചു പോയി മക്കളെ. സത്യം പറഞ്ഞ താമസിച്ചു പോയെന്ന് പറഞ്ഞാലേ എൻ്റെ മോള് വന്നപ്പോൾ 6:45 ആയി. അങ്ങനെ വന്നിട്ട് മഞ്ഞപ്പാറയിൽ പോയി മൊബൈൽ കടയിൽ. അതുകൊണ്ട് താമസിച്ചു പോയി വീഡിയോ എടുക്കാൻ. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും കറണ്ട് അങ്ങ് പോയി. പിന്നെ കറണ്ട് ഇപ്പോഴാണ് വന്നത്. അതാണ്ട് ചോറ് തിന്നുവാ ഞാൻ. ഇന്ന് ഇതേ ഉള്ളു. പെരുമഴയത്ത് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചോറ് തിന്നുകൊണ്ട് കാര്യം പറയാം കേട്ടോ. ചോറ് പിന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന്, ചക്ക ഉണ്ട് കേട്ടാ. ചക്ക ഇഷ്ടമല്ലാത്ത ആരുണ്ട്? ഏത് അസുഖത്തിനും ചക്ക നല്ലതാണ്. ചക്കക്കുരുവൊന്നും ഇട്ടിട്ടില്ല, അത് വേറൊരു സത്യം. ചക്ക പിന്നെ വീട്ടിലോട്ട് തോരൻ 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 ഇത് മീൻകറി. ഇതേ ചാളയല്ല, മത്തിയാ. എന്ന് വെച്ചാൽ എനിക്കിന്ന് തേങ്ങ ഇച്ചിരി ഉള്ളായിരുന്നു. ചക്കയ്ക്ക് അരയ്ക്കാനും തോരത്തിനും ഉള്ളായിരുന്നു തേങ്ങ. അതുകൊണ്ട് ഞാൻ പുളിയും മുളക് വെച്ചത്. അതാകുമ്പോൾ നാളെ പഴങ്കഞ്ഞിയെ കുടിക്കാൻ നല്ലതാ. വേണോ? ചോറ് വാ. പിന്നെ വെള്ളം, നാരങ്ങ നെല്ലിക്ക വേണോ? നെല്ലിക്ക എനിക്ക് വേണ്ട, തിന്ന് ഞാൻ മടുത്ത്. നാരങ്ങ അച്ചാറ്. അണ്ണാ ഇറങ്ങി വാ. പിന്നെ രസമുണ്ട്. രസം എനിക്ക് വേണ്ട. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര പാടാണ്. ഉറങ്ങാൻ പോവില്ലേ രസം. വാ, ചോറുണ്ണട്ടെ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ എവിടം വരെയായി? ഓണത്തിൻ്റെ കാര്യമൊക്കെ പറ. ഇനിയിപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞാൽ ഓണമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണ്ടേ? എല്ലാവരും ഇപ്പോഴേ പോയി 1-2 ഡ്രസ്സൊക്കെ എടുക്കണം. എന്ന് വെച്ചാൽ ആണുങ്ങൾക്കൊക്കെ ഈ പെരുമഴ പിടിച്ച് ജോലി കുറവാണ്. അത് വേണം മുമ്പേ ചിന്തിക്കാൻ. അതുകൊണ്ട് നമ്മളെ പോലെയുള്ളവർ, നമ്മളെ പോലെയുള്ള പൈസയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പറയുക. പക്ഷേ ഇപ്പോഴേ 1-2-3-4 ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ഓണം ആകുമ്പോഴും അല്ലെങ്കിൽ ചേട്ടാ എന്ത് പൈസ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പൈസയും കിട്ടൂല. അല്ലെങ്കിൽ ഈ മുതലാളിമാരുണ്ടല്ലേ, ജോലി ചെയ്ത പൈസ കൊടുക്കാൻ ഭയങ്കര പാടാ. സത്യം, ജോലി ചെയ്താൽ പൈസ കൊടുക്കാൻ ഭയങ്കര പാടെന്ന് പറയാൻ കാര്യം, എല്ലാ മുതലാളിമാരും ഇല്ല, 2-3 എണ്ണമൊക്കെ. അവർക്കൊക്കെ ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കാൻ നേരത്ത് അയ്യോ അത് പിന്നെ തരാം, 1000 രൂപയുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് പറയും ഇത് പിന്നെ തരാമെന്ന് പറയും. പിന്നെ അത് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തരാമെന്ന് പറയും. 2 ദിവസം കഴിയാൻ നേരത്ത് അങ്ങോട്ട് ചെന്നാൽ പറയും ഇല്ല അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് പറയും. അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കത്തില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പറയും അത് നിന്റെ അക്കൗണ്ട് ഇങ്ങോട്ട് പറ, ഞാൻ പൈസ ഇട്ടാൻ തരാം. ഇപ്പം 1000 ഇട്ട് കൊടുത്താൽ തന്നെ ഇപ്പം 1000 ഇട്ടതേ ഉള്ളു, മീതി പൈസ ഇതുവരെ വന്നിട്ടുമില്ല. ഇപ്പം വിളിച്ചിട്ട് പറയുന്നത് ഓണമൊക്കെ വരുന്നു, ഓണത്തിന് ബോണസ്. ഇപ്പം അവർ തന്നാലേ ഓണത്തിന് ബോണസ് ഉള്ള അല്ല. പക്ഷെ എല്ലാ മുതലാളിമാരും അതല്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുതലാളി ഉണ്ട്, ചെറുകുളത്ത് ദിലീപ് എന്ന് പറയുന്നൊരു മുതലാളി. സത്യം പറഞ്ഞ നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് കൊറോണ വന്ന സമയത്തിന് ആ മുതലാളി എൻ്റെ അണ്ണൻ്റെ കൂടെ കൂടിയതാണ്. എങ്കിൽ ഇവർ ചിന്തിക്കണ്ടേ ഈ ജോലിക്കാരുണ്ടായിട്ടാണ് ഈ മുതലാളിമാരായെന്നുള്ളത്. എൻ്റെ അണ്ണൻ ഈ തടിപ്പണിക്ക് പോകുന്നതാണ്. അങ്ങനെ എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നത് എന്തല്ല എന്ന് വെച്ചാൽ അങ്ങനെക്കറിയാം. ചെന്ന് കഷ്ടപ്പെട്ട് കൊടുത്ത് അവർക്ക് ചിലപ്പോൾ ഒന്നീ നഷ്ടം അല്ലെങ്കിൽ ലാഭം, അതവർ ചിന്തിക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും ഇല്ല, 2-3 പേർക്ക് ഇത്തിരിയതാണ്. ഓണത്തിനാണ്ട് ഓരോരുത്തർ പണിയില്ല, ഓരോരുത്തർ അങ്ങോട്ട് കൊടുക്കുന്നത് 367 ദിവസം പണിയുണ്ട് ഒരു വർഷം. പക്ഷേ 6 മാസം ചെയ്തോളെങ്കിലും കൊടുക്കുന്നത് 250 രൂപ ശമ്പളം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്, ഓണത്തിന് കൊടുക്കുന്നത് ഇത്രയിടത്തിൻ്റെ നല്ല ദിവസമായിരിക്കും. 250 രൂപ ബോണസും കൊടുക്കും, അല്ലെങ്കിൽ 300 രൂപ ഇല്ല ആർക്കോ വേണ്ടി. പക്ഷേ ആ മുതലാളി അന്ന് തൊട്ടേ ഞങ്ങൾക്ക് ഈ കൊറോണ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ട് എത്ര 2-3 വർഷം കൊണ്ട്, ആ 2-3-4 വർഷം കൊണ്ട് 5000 രൂപ നമുക്ക് ബോണസ് തരുന്നത്. സത്യം, ഞാൻ ഇതിനെ ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരു അങ്ങനത്തെ പോലെ ആ മുതലാളി നമ്മളെ കാണുന്നത്. അങ്ങനെ മനസ്സാക്ഷിയുള്ളവരുണ്ട്, അറിയാമോ? ഇവരെ പോലെയൊന്നും അല്ല. എന്തിനാ? പക്ഷേ
ആ മുതലാളിക്ക് 2 പെൺമക്കളാണ്. അതുകൊണ്ട് അന്നേരം അതിൻ്റെ പുണ്യം കിട്ടുമല്ലേ. ഇത് ശമ്പളം ചോദിച്ചാൽ ശമ്പളം തരൂല, ഒന്നും തരുന്നതുമില്ല. തുണിയൊക്കെ എല്ലാവരും പോയി എടുക്കണം. സമയമാകുമ്പോൾ പിന്നെ ചേട്ടന്മാരുടെ അടുത്തൊന്നും വഴക്ക് പറയാൻ നിൽക്കരുത്. 4 പേരുണ്ടെങ്കിൽ 2 പേർക്ക് വെച്ച് തുണി എടുക്കണം. അതൊക്കെ തള്ളക്ക് പിന്നെ എടുക്കാവൂ. അപ്പോഴും ഓണമാകുമ്പോൾ പിന്നെ കടയിൽ സാധനങ്ങൾ പോയി മേടിച്ചാൽ മതി. എല്ലാം കൂടെ ആകുമ്പോൾ അത് പറ്റത്തില്ല. പിന്നെ ചുറ്റിക്കാറുള്ളവർ ഇസാബൊക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ, 2-3 അടവായിരിക്കും വരുന്നത്. 2-3 അടവ്. ആ 2-3 അടവ് 2 അടവൊക്കെ വരും. അപ്പോഴും പൈസ കാണുന്നില്ല കൊടുക്കാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആണുങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ കൊണ്ട് പെണ്ണുങ്ങൾ തന്നെ നോക്കിക്കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചിലപ്പോൾ അവർ പൈസയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ അവർ പറയും അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു, ഇന്നില്ല നാളെ തരാൻ പറയും. നിങ്ങൾ ഒരുങ്ങി നിൽക്കണേ സഞ്ചി എടുത്തോണ്ട് നമുക്ക് സാധനം മേടിക്കാൻ പാനം പറഞ്ഞിട്ടായിരിക്കും ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നത്. ഇതൊന്നും നടക്കൂല. അതുകൊണ്ട് ഇപ്പം മഴയൊക്കെ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണം നമ്മുടെ എന്ന് വെച്ചാൽ. എങ്കിൽ നിങ്ങൾ ചോദിക്കും ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും എടുക്കണ്ടേന്ന്. അതൊക്കെ ഒരു സംഭവം. അതൊക്കെ പറയാനെനിക്ക് ഒത്തിരി ഉണ്ട്. ഇന്നും നാളെയൊന്നും തീരില്ല. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒരു തോടത്തോ 10 രൂപ കാശ് കൊണ്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് അവരെ മുഖത്ത് നോക്കാൻ പറയാനൊരു സന്തോഷം. പക്ഷെ എല്ലാ തള്ളമാരുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുവാന്നേ. പക്ഷേ എൻ്റെ അണ്ണൻ്റെ അമ്മയ്ക്കായാലും അച്ഛനായാലും നമ്മളത് എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുന്നത് എൻ്റെ കൊച്ചിനെ കൊണ്ട് കൊടുത്തിട്ട് അത് അവസാനം അത് അവർക്ക് അതൊന്നും പറ്റത്തില്ല. എന്ന് വെച്ചാൽ 100 ചില അമ്മായിമ്മമാരേ ഉള്ളൂ മരുമക്കളെ സ്നേഹിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് നാളെ പറയാം കേട്ടോ. നിന്നങ്ങ് ഇത് ശരി.